എന്താണ് എന്റെ നല്ലവരായ ചെറുപ്പക്കാരോട്, എന്റെ വഅദ് കേൾക്കുന്ന ജ്യേഷ്ഠാനുജന്മാരോട് ഞാനിത് പറയുമ്പോ നിങ്ങൾ വെറുക്കാതെയൊന്ന് കേൾക്കുക. നല്ല ഹൃദയത്തോടുകൂടെ ഒരു വെറുപ്പിന്റെ നോട്ടമല്ലാത്ത രൂപത്തിൽ ഈ പ്രസംഗം ഒന്ന് വീക്ഷിക്കുക. എന്റെ സഹോദരങ്ങളെ, ചില കുട്ടികൾ മീശയങ്ങ് വളർത്തുന്നവർ, ചില ആളുകൾ മീശയും താടിയും എല്ലാം പഠിച്ചിട്ട് ആണാ പെണ്ണാ നപുംസക ഒന്നും തിരിയാത്ത ആളുകൾ എല്ലാം പഠിച്ചിട്ട്, അത് കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല, ഹജ്ജ് ചെയ്ത് 60-70 വയസ്സായ ആളുകൾ നോക്കിയാല് മുഖത്ത് നോക്കിയാ ആണാ പെണ്ണാ തിരിയാത്ത എല്ലാം പഠിച്ച് മുഖത്തൊരൊറ്റ രോമമില്ലാതെ എല്ലാം അടക്കി പഠിച്ചു നടക്കുന്ന പ്രായം ചെന്ന പിതാക്കളെ കാണാം. എന്താ വയസ്സായില്ല ഉപ്പമാരെ, എന്തിനാണ് നിങ്ങൾ ഈ പഠിച്ചു നടക്കുന്നത്? ഒന്ന് ആ ഭാഗം കൂടെ ഒന്ന് ശ്രദ്ധിച്ചുകൂടെ? എന്റെ പ്രായമുള്ള ഉപ്പമാരോട്, നിങ്ങൾക്ക് പ്രായമായതുകൊണ്ടാണ് ഞാൻ ഈ ശൈലിയിൽ പറയുന്നത്, ഇനിയെങ്കിലും ഒരു കൊച്ചു താടി വെക്കണേ ഉപ്പാ, ആഖിറത്തിൽ ഒന്ന് പുഞ്ചിരിക്കാനുള്ള വഴി കണ്ടെത്തണേ ഉപ്പാ. ഇൻഷാ അല്ലാഹ് ഞാനിവിടെ നീട്ടുന്നില്ല. ചില ആളുകളിൽ ചില ചെറുപ്പക്കാരൻ മുടി വളർത്തുന്നിറങ്ങും. ചില ആളുകൾ മറ്റു ചില സിനിമാ നടിമാരെയും അതുപോലെ ഫുട്ബോൾ താരങ്ങളെയും ക്രിക്കറ്റ് താരങ്ങളെയും കണ്ടുകൊണ്ട് അവർ എത്രയാ മുടി വളർത്തുന്നത്, അവർ ആഫ് വെക്കുന്നു, ആഫ് പിടിച്ചുവോ അങ്ങനെ ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഫുട്ബോൾ കാലഘട്ടം അങ്ങ് വരുമ്പോ അത് എന്താണ് പറയാൻ പറ്റില്ല. മറ്റു ജില്ലകളെക്കാളും മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്ന മലപ്പുറം ജില്ലയിൽ ഫുട്ബോൾ ഭ്രാന്ത് പിടിച്ചു നടക്കുന്ന ഒരുപാട് ആളുകളെ കാണാം. മക്കളെ, ചെറുപ്പക്കാരെ, നിങ്ങൾ തന്നെ സൂക്ഷിച്ചോളൂ, ഞങ്ങളോട് വെറുത്തിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത്, ചില ആളുകൾ ആ ചെറുപ്പക്കാർ പാന്റ് ധരിക്കുന്നത് കണ്ടാൽ അവരുടെ പാന്റ് ധരിച്ച് ആ പാന്റിന്റെ രൂപം കണ്ടു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, എന്താണ് കാണാൻ വയ്യ. പള്ളിയിലേക്ക് കാണുന്ന മൂത്രവും കാണുന്ന വൃത്തികേടുകളും നജസുകളും ഒക്കെ വലിച്ച് ബസ് സ്റ്റോപ്പുകളിൽ നിന്നും ബസ് സ്റ്റാൻഡുകളിലുള്ള ചളികളും ചീഞ്ചലങ്ങളും വൃത്തികേടുകളും മൂത്രങ്ങളും നായയുടെ മൂത്രവും പട്ടിയുടെ മൂത്രവും പശുക്കളുടെ മൂത്രവും എല്ലാം തുടച്ചുകൊണ്ട് മനുഷ്യാ, നിന്റെ അടിച്ചു വാരുന്ന പാന്റുമായി നീ പള്ളിയിലേക്ക് പോയി പള്ളിയിൽ നീ നജസാക്കിയില്ലേ? അല്ലാഹു കരളെ, നിന്നെ വെറുതെ വിടുമോ? ഒന്ന് വിലയിരുത്തൂ മോനെ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ശത്രുവിന്റെ കുത്തേറ്റ് പള്ളിയിൽ പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോ മോനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ വിളിച്ച്, യാ അബ്ദുല്ലാഹ്, ഉമ്മയായ ആയിഷ ബീവിയോട് ചെന്നുകൊണ്ട് ചോദിക്കുമോനെ, ഉമ്മ, എന്റെ ബാപ്പ ശത്രുവിന്റെ കുത്തേറ്റ് പള്ളിയിൽ പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഉപ്പ ശത്രുവിന്റെ കുത്തേറ്റ് പള്ളിയിൽ പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഉപ്പാക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. എന്റെ ബാപ്പ പറയുന്നത്, എന്റെ ഉപ്പാക്ക് നിങ്ങളുടെ ബാപ്പ കിടക്കുന്ന നിങ്ങളുടെ ഉപ്പയായ സിദ്ദീഖുൽ അക്ബറിന്റെ കാലിന്റെ ചുവട്ടിലൊന്ന് കിടക്കണമെന്ന് കൊതിച്ചിട്ട് കരയുന്നു. സമ്മതം നൽകുമോ ഉമ്മ? ഒന്ന് ചോദിക്കൂ കരളെ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ അതാ പോവുകയാണ്, നടക്കുകയാണ്. ആ ഉമ്മയായ ആയിഷ ബീവിയുടെ അരികിലെത്തി, യാ ഉമ്മത്താ, ഉമ്മ, എന്റെ ബാപ്പ അകത്തെ പള്ളിയിൽ പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഉപ്പയുടെ ആഗ്രഹം നിങ്ങളുടെ ബാപ്പയായ സിദ്ദീഖുൽ അക്ബർ കിടക്കുന്ന അവരുടെ കാറിന്റെ ചുവട്ടിലൊന്ന് കിടക്കണമെന്ന് പറഞ്ഞിട്ട് പിടയുന്ന ബാപ്പ കരയുന്നുണ്ട്. സമ്മതം നൽകുമോ ഉമ്മ? മഹദിയായ ആയിഷ ബീവി തരിക്കുകയാണ്, പടച്ചവരെ, എന്റെ ഭർത്താവായ റസൂലുള്ളയും എന്റെ ഉപ്പയായ സിദ്ദീഖ് തങ്ങളും കിടക്കുന്ന സ്ഥലത്ത് എനിക്ക് കിടക്കാൻ വേണ്ടി അല്പം സ്ഥലമങ്ങ് മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ അമീറുൽ മുഅ്മിനീൻ ആവശ്യപ്പെട്ടാൽ എനിക്കവിടെ കിടക്കാനുള്ള അർഹതയില്ല. മോനെ അബ്ദുല്ലാ, ഞാനിതാ ഉപ്പാക്ക് സമ്മതം നൽകി ഓടി വന്നുകൊണ്ട്
യാ അബതാ ഉപ്പാ, അവിടുന്ന് സമ്മതം നൽകിയിരിക്കുകയാണ്. അവിടുന്ന് ആയിഷ ഉമ്മ സമ്മതം നൽകിയിരിക്കുകയാണ്. സന്തോഷിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഉമ്മമാരെ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സന്തോഷത്തോടുകൂടെ ഹംദങ്ങ് ചൊല്ലിക്കൊണ്ട് നോക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരന്റെ തുണിയതാ നെരിയാണിയുടെ താടോട്ട് വലിച്ചടച്ചു വരുന്നു. ആ പിടയുന്ന ഉമറുൽ ഫാറൂഖ് ആ മകനെ വിളിച്ചുകൊണ്ട് പറയുന്നു, കരളെ ആ തുണിയൊന്ന് പൊക്കുമോനെ, ആ തുണിയൊന്ന് പൊക്കുകരളെ. ആ സ്ഥലം അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാണ്. ആ സ്ഥലത്ത് അല്ലാഹു സ്വർഗത്തിലേക്ക് ഇടുകയില്ല. കരളെ, സ്വർഗം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുമാറേ. പിടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് കണ്ടുപോയ ചെറുപ്പക്കാരനോട് പറയുന്നുവെങ്കിൽ, എന്റെ കൂട്ടുകാരാ, ഞാനൊന്ന് പറയട്ടെ, ദീനിന്റെ മക്കളെ, നാളത്തെ പള്ളി ഭരിക്കേണ്ടുന്ന, നാളത്തെ മദ്രസ ഭരിക്കേണ്ടുന്ന ചുറുചുറുക്കുള്ള ഈ വാക്കളോട് ഒരു വാക്ക് പറയട്ടെ. റസൂലുള്ള പറയുകയാണ്, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, സലാസത്തുൽ ലാ യദ്ഖുലൂനൽ ജന്ന, മൂന്നാളുകൾ സ്വർഗത്തിൽ കിടക്കുകയില്ല. ഒന്ന് അൽ ആഖുലി വാലിദൈ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരാണ്. രണ്ടാമത് പറയുന്നത് വദ്ദയൂസ് വഹുവ റജുലുൽ ലദീ യുഖിറുൽ ഖുബ്ത ഫീ അഹ്ലിഹി, സ്വന്തം ഭാര്യയെ മറ്റുള്ളവർക്ക് പണയം വെക്കുക, സ്വന്തം ഭാര്യയെ വാടകയ്ക്ക് മറ്റൊരുത്തിന് വേണ്ടി കൊടുക്കുക. എടോ ധിക്കാരി, എന്റെ ചെറുപ്പക്കാരെ, സ്വന്തം ഭാര്യയെ വാടകയ്ക്ക് വേണ്ടി കൊടുക്കുന്നത്, വാടകയ്ക്ക് കൊടുത്തിട്ട് ചാരിത്രശുദ്ധി നഷ്ടപ്പെടുത്തുന്നവൻ. മൂന്നാമതായി പറയുന്നത് വറജുലതു, ആൺവേഷം കെട്ടുന്ന പെണ്ണാൺ, പെൺവേഷം കെട്ടുന്ന ആണുമാൻ. പെൺകുട്ടികളെ പോലെ മുടിവളർത്തി നടക്കുന്നവർ, പെൺകുട്ടിയെ പോലെ കണ്ടാലൊരു അഭിമാനമാണ്, ഒരു പവറുള്ളതാണെന്ന് തോന്നിയിട്ട്, ഓ മുസ്ലിം സമുദായമേ, വലിയ മുടിവളർത്തി പെണ്ണുങ്ങളെ പോലെ മുടിവളർത്തിക്കൊണ്ട് ആണ് പെണ്ണാ തിരിയാത്ത രൂപത്തിൽ മീശ പഠിച്ച് എല്ലാം പഠിച്ചുകൊണ്ട് അവിടുന്ന് മുടിവളർത്തി നടക്കുന്ന എന്റെ അനുജാ, ദീനിന്റെ മക്കളെ, കാരുണ്യത്തിന്റെ മുത്ത് പറയുന്നു, ലാ തതമന്നൗ. അവിടുന്ന് ഖുർആനിൽ പടച്ച റബ്ബ് പഠിപ്പിച്ചത് റസൂലുള്ള വിവരിക്കുകയാണ്. ലാ തതമന്നൗ വലാ തതമന്നൗ മാ ഫല്ലല്ലാഹു ബിഹി ബഅലകും അലാ ബഅലിൻ. നിങ്ങൾ കൊതിക്കരുത് കേട്ടോ, അല്ലാഹു ചില ആളുകളെ മറ്റു ചിലരേക്കാൾ വ്യത്യാസമാക്കിയിട്ടുണ്ട്, അവിടുന്ന് ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട്. പുരുഷന് പുരുഷന്റേതായ രൂപം, പുരുഷന് പുരുഷന്റേതായ ജീവിതം, പുരുഷന് പുരുഷന്റേതായ രീതി അല്ലാഹു കൊടുത്തിട്ടുണ്ട്. മുസ്ലിം സമുദായമേ, പുരുഷന്മാര് പെണ്ണിനെ പോലെയാവാൻ കൊതിക്കരുത്, സ്ത്രീകളോ ആണിനെ പോലെയാവാൻ കൊതിക്കരുത്. ഒരു പെണ്ണ് പാന്റ് ധരിച്ചുകൊണ്ട് കണ്ടാൽ അവളുടെ മുടിയെല്ലാം വെട്ടിയിട്ട് മൊട്ടയടിച്ചിട്ട് അല്ലെങ്കിൽ മൊട്ടയെ പോലെ നടക്കുന്ന പെൺകുട്ടികൾ, പുരുഷനെ പോലെ നടക്കുന്ന പെണ്ണ്, പെണ്ണിനെ പോലെ നടക്കുന്ന പുരുഷൻ, ആ രണ്ട് കക്ഷികളും സ്വർഗത്തിന്റെ കവാടം കാണുകയില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ സഹോദരങ്ങളിൽ ഒരുപാട് പരിചയമുള്ള കൂട്ടുകാർ, അവർക്കൊക്കെ പടച്ച റബ്ബ് ബറക്കത്ത് കൊടുക്കുമാറാവട്ടെ. ഞാനിവിടെ പറയുന്നത്, എന്റെ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, താടി വടിക്കല് ജൂതരുടെയും ക്രൈസ്തവരുടെയും ചര്യയാണ്. അത് പറഞ്ഞപ്പോ അല്പമൊന്ന് വിശദീകരിച്ചു. അതിന്റെ ഹദീസുകൾ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ അവിടുന്ന് ചില ഹദീസുകൾ, ഒന്ന് രണ്ട് ഹദീസുകളുടെ ഈ വിഷയത്തില് 100-100ഓളം ഹദീസുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്റെ ചെറുപ്പക്കാരെ, താടി വടിക്കുന്നവർക്കുള്ള ഗൗരവത്തെക്കുറിച്ച് 100 ഹദീസുകളാണ് റസൂലുള്ള പഠിപ്പിക്കുന്നത്. ഖാല ഫിൽ ഇഖ്നാഇൽ പറയുന്നു, വയഹ്റുമു ഹൽഖുഹാ, താടി വടിക്കൽ ഹറാമാണ്. ഞാനിവിടെ അതിലും പണ്ഡിത മഹത്തുക്കളുടെയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തോ ആവട്ടെ, മുശ്രിക്കീങ്ങളുടെ ചര്യയാണത്, ജൂതന്മാരുടെ ചര്യയാണത്, മജൂസികളുടെ ചര്യയാണത് എന്ന കാര്യത്തിൽ തർക്കമില്ല. താടി വടിക്കല് ജൂതരുടെയും ക്രൈസ്തവരുടെയും മജൂസുകളുടെയും ചര്യയാണെന്ന് എന്ന കാര്യത്തിൽ തർക്കമില്ല.
അതിൽ ഇജ്മാ ഉണ്ട് എന്ന് വരെ പണ്ഡിത മഹത്തുക്കൾ വിവരിക്കുകയാണ്. 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅഫുൽ ലിഹാ വജുസ്സു ശറാ വജുസ്സു ശവാരിബ്. താടി വളർത്തു മുസ്ലിമീങ്ങളെ, മീശ വെട്ടു മുസ്ലിമീങ്ങളെ. ദീനിന്റെ മക്കളെ, നിങ്ങൾ മീശ വെട്ടിക്കളയണം, താടി നിങ്ങൾ വടിക്കുകയും ചെയ്യരുത്. വലാ തശബ്ബഹു ബിൽ യഹൂദി വന്നസ്വറാ. വ്യക്തമായി പറയുന്നു റസൂലുള്ളാഹ്, വലാ തശബ്ബഹു, ജൂതരോട് നിങ്ങൾ സാദൃശ്യമായി നടക്കരുത്, നസ്രാണികളോട് സാദൃശ്യമായി നടക്കരുത്. ലാ തശബ്ബഹു ബിൽ ആജിം, നിങ്ങൾ അനറബികളായ ആളുകൾ പല ആളുകളുമുണ്ട്, താടി പിടിച്ച് നടക്കുന്നത്, അവരുടെ കൂടെ ആ ചര്യ നിങ്ങൾ പിടിക്കരുത്. അഅഫുൽ ലിഹാ, അതുകൊണ്ട് താടി വളർത്തൂ. ജൂതരുടെ ശൈലിയും നസ്രാണികളുടെയും അനറബികളായ അഅജമികളുടെയും ഒരു ചര്യയാണ് താടി പിടിച്ചുകൊണ്ട് മീശ വെട്ടാതെ വളർത്തി നടക്കുന്ന ശൈലി. അതുകൊണ്ട് അത് വലിച്ചെറിയൂ മുസ്ലിം സമുദായമേ. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി പറഞ്ഞ ഹദീസുകൾ കഴിയുന്നില്ല. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇവിടെ വായിക്കാം. അതങ്ങനെ പറയുമ്പോ മനസ്സുകൊട്ട് മുസ്ലിമീങ്ങളെ, താടി പഠിച്ച ആളുകൾ, എന്റെ വാല് കേൾക്കുന്ന എന്റെ സ്റ്റേജിലിരിക്കുന്ന എന്റെ പിതാക്കൾ ഉമറാക്കളെ, ഇൻഷാ അല്ലാഹ് നാളെ തൊട്ട് ഈ മുഖത്ത് ഞാൻ ബ്ലേഡ് വെക്കില്ല. നാളെ തൊട്ട് എന്റെ താടിയിൽ എന്റെ ഒരു രോമം പോലും ഞാൻ ബ്ലേഡ് വെച്ചുകൊണ്ട് അവിടുന്ന് കളയുകയില്ല, നശിപ്പിക്കുകയില്ല. എന്റെ സദസ്സിലുള്ള പ്രായം ചെന്ന പിതാക്കളെ, നിങ്ങൾക്ക് വെറുപ്പുണ്ടാവരുത്. എന്റെ പ്രായം ചെന്ന പിതാക്കളോട് വിനയത്തോടുകൂടെ പറയുകയാണ്, നിങ്ങളൊക്കെയാണ് ഉപ്പമാരാ, പറയാതിരിക്കാൻ വയ്യല്ലോ ഉപ്പമാരെ. വയസ്സായ നിങ്ങള് ഇനി താടി പഠിച്ച് നടന്ന പറ്റൂലല്ലോ. നിങ്ങൾ താടി പഠിക്കരുത് എന്നതിന് വേണ്ടി തന്നെയാണ് ഞങ്ങളിത് പറയുന്നത്. പ്രായം ചെന്നവരൊക്കെ ചെറിയൊരു താടി വെച്ചിട്ട്, നിങ്ങളത് ബാർബർ ഷോപ്പിൽ ചെന്നാലും അവരോട് പറഞ്ഞാൽ മതി ഒരു ചെറിയ താടി, എന്നിട്ടെങ്കിലും നബി തങ്ങളുടെ അരികിലേക്ക് ഹാജരാവൂ. റസൂലുള്ളാഹി പറയുകയാണ്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരുടെ ചര്യയാണ് ഒരുത്തൻ പിടിക്കുന്നത്, അവരിൽ പെട്ടവനാൻ. നഊദു ബില്ലാഹ്. താടി പഠിക്കുന്നത് ജൂതരുടെ ചര്യയാണ്, ക്രൈസ്തവരുടെ ചര്യയാണ്, മജൂസികളുടെ ചര്യയാണ്. എന്നാൽ താടി പഠിക്കുന്നവരിൽ അവരിൽ പെട്ടുപോകുന്നതാണ്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും ലൈസ മിന്നാ മൻ തശബ്ബഹ ബിഗൈരിനാ. നമ്മിൽപ്പെട്ടവനല്ല, നാമല്ലാത്തവരോട് സാദൃശ്യമായി നടക്കുന്ന മുസ്ലിം നമ്മിൽപ്പെട്ടവരല്ല. അതുകൊണ്ട് മുസ്ലിം സമുദായമേ, ലാ തശബ്ബഹു ബിൽ യഹൂദി വലാ ബിൻ നസ്വാറാ. ജൂതന്മാരോട് ക്രൈസ്തവരോട് സാദൃശ്യമാവരുത്. അവരോടെങ്ങനെയാ സാദൃശ്യമാകുന്നത്, അവരോടെങ്ങനെയാ അവരുടെ ചര്യ എന്താകുന്നു? അവരെ താടി പഠിക്കുന്നവരാൻ, അവരെ താടി വളർത്തുകയില്ല. അതുകൊണ്ട് ചെയ്തു പോകരുത്, സൂക്ഷിക്കണേ നിങ്ങൾ. ജീവിതത്തിൽ താടി പഠിച്ചു പോകരുത് നിങ്ങൾ. ഇത് പഠിപ്പിച്ചു പോയ കാരുണ്യത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, അമ്പിയാക്കളിൽ ആരും തന്നെ താടി പഠിച്ചിട്ടില്ല. സ്വഹാബത്തിലും താബിഈങ്ങളിലും ഒരൊറ്റ കുട്ടിയും താടി പഠിച്ചില്ല. ഈ മേഖലയിലെത്തിയിട്ട് താടി പഠിക്കുന്നവർ അത് ജൂതരുടെയും ക്രൈസ്തവരുടെയും സംസ്കാരമാണ്, ഇന്ന് മജൂസികളുടെ സംസ്കാരമാണ്. 3 കാര്യം പറഞ്ഞു. 4ാമതായി പണ്ഡിത മഹത്തുക്കൾ നമ്മ പഠിപ്പിക്കുന്നത്, താടി പഠിക്കുന്നവർ പടച്ചറബിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോ ഫരീഖും ഫിൽ ജന്നതി വഫരീഖും ഫിസ് സഈർ. 4ാമത്തെ കാര്യമായി മഹത്തുക്കൾ വിവരിക്കുന്നത്, അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടി നിൽക്കുന്ന മുസ്ലിമായ മനുഷ്യൻ, ഇഖ്റഇ കിതാബക യാ അബ്ദി അലാ മഹരി വൻദുർ ഇലൈഹി തറാ ഹൽ കാന മാ കാന.
ജീവിതത്തിൽ പറഞ്ഞുപോയ ഈ എല്ലാ കാര്യങ്ങളും ക്രോഡീകരിച്ചു വെച്ച ഗ്രന്ഥം നൽകുന്ന സ്ഥലം അത് വല്ലാത്തൊരു സ്ഥലമാണ്. മുസ്ലിം സമുദായമേ, എന്റെ ഈമാനുള്ള പിതാക്കളെ, കഅബ കണ്ട ഹാജിമാരെ, തഫക്കർ യൗമ തഅതില്ലാഹ ഫർദാ വഖദ് നുസിബത് മവാസീനുൽ ഖലാഇ وهتكت السطور عن المعاصي وجاء ذنب مكشوف الغطاء. മുസ്ലിം സമുദായത്തോട് പണ്ഡിത മഹത്വക്കൾ വിവരിക്കുന്നത്, മനുഷ്യാ തഫക്കർ, ഒന്ന് ചിന്തിക്കടോ. അള്ളാഹു നൽകിയ ബുദ്ധി കൊണ്ട് ആഴത്തിലൊന്ന് ചിന്തിക്കുമാറേ. യൗമ തഅതില്ലാഹ ഫർദാ, യജമാനനായ റബ്ബിന്റെ കോടതിയിൽ നീ മാത്രം തനിച്ചു നിൽക്കുന്ന രംഗമൊന്നോർത്തു നോക്കു കരളെ. അവിടെ ആരാണ് ഉള്ളത്? ആരാണ് നിന്റെ കൈപ്പിടിക്കാനുള്ളത്? ഭാര്യയെ വിളിക്കുന്ന സമയത്തോടുകയാണ്, ഉമ്മയെ വിളിക്കുന്ന സമയത്തോടുകയാണ്, മക്കളെ വിളിക്കുന്ന സമയത്ത് ബാപ്പയുടെ മുഖത്ത് നോക്കാതെ മക്കളും അതാ ഓടുന്നു. ഖുർആനിന്റെ പ്രഖ്യാപനമല്ലേ പിതാക്കളെ? ഖുർആനിന്റെ വിശദീകരണമല്ലേ എന്റെ സഹോദരങ്ങളെ? ആ സ്ഥലത്ത് നീ മാത്രം ഒറ്റക്ക് നിൽക്കുന്ന സ്ഥലം, യൗമ തഅതില്ലാഹ ഫർദാ, യജമാനനായ റബ്ബിന്റെ കോടതിയിൽ നീ മാത്രം തനിച്ചു നിൽക്കുന്ന രംഗമൊന്നോർക്കടോ. അവിടുന്ന് വഖദ് നുസിബത് മവാസീനുൽ ഖലാഇ, ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാം തന്നെ അവിടുന്ന് ഒരുമിച്ചു കൂട്ടുന്നത്, അവിടുന്ന് തൂക്കിക്കളയുന്നത്, നന്മയും തിന്മയും വേർതിരിക്കുന്നത്, നന്മയും തിന്മയും കൺമുമ്പിൽ കാണിച്ചു തരുന്നത്, തിന്മ എത്രയാണ് നന്മ എത്രയാണ് വഅദ് കേൾക്കുന്ന ഉമ്മമാരെ അത് കാണിച്ചു തരുന്ന സ്ഥലം. വഹുതികത്തിസ്സുതൂറു അനിൽ മആസി, ജീവിതത്തിൽ അറിയാതെ ചെയ്തു പോയ എല്ലാം മുന്നിൽ വെക്കുന്നു, എല്ലാം മുന്നിലേക്ക് നടന്നു വരുന്നു. മുസ്ലിം സമുദായമേ, പ്രായം ചെന്ന ഹാജിമാരെ, കഅബ കണ്ട ഉപ്പമാരെ, ജീവിതത്തിൽ എത്ര പ്രാവശ്യം താടി പിടിച്ചു, എത്ര കാലമായി താടി പിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് അതെല്ലാം ഓരോന്നോരോന്ന് ക്രോഡീകരിച്ചു വെച്ച് അത് മുഴുവനും ദോഷമായി കൺമുമ്പിലേക്ക് നടന്നു വരുമ്പോൾ നീ മാത്രം തനിച്ചു നിൽക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ, അവിടെ കരയാത്ത പണ്ഡിതനില്ല, കരയാത്ത ആരിഫീങ്ങളില്ല, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, ഔലിയാക്കൾ എല്ലാവരും തടിച്ചുകൂടുന്ന, അല്ലാഹുവിന്റെ അമ്പിയാക്കൾ മുഴുവനും തടിച്ചുകൂടി നിൽക്കുന്ന ആ സ്ഥലത്ത് അവിടെ വെച്ചുകൊണ്ട് ചില ആളുകൾ അവിടുന്നതാ 10 വിരലുകൾ കടിക്കുന്നതിനെ കുറിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മൻ തശബ്ബഹ ബിഹിം ഹത്താ യമൂത് ഹുശ്റ മഅഹും മആദല്ലാഹ്. എന്റെ പൊന്നു ഉപ്പാ, ആരെങ്കിലും താടി പിടിച്ചിട്ട് ജൂതന്മാരോട്, ആരെങ്കിലും താടി പിടിച്ച് മജൂസുകളുടെ ചര്യ മുറുകെ പിടിച്ചു, ആരെങ്കിലും താടി പിടിച്ചുകൊണ്ട് അവിടുന്ന് മുശ്രിക്കുകളുടെ ചര്യ, ആ ചര്യയിലൂടെ ജീവിച്ചാൽ ഹത്തായമൂത്ത്, താടി പിടിച്ചിട്ട് തന്നെ മരിക്കുന്നു. എന്റെ പിതാക്കളെ താടി പിടിച്ച് നടന്നിട്ട് ആ രൂപത്തിലതാ മരിക്കുകയാണ്. മരിക്കുന്ന സമയത്ത് താടി പിടിച്ചിരിക്കുന്നു. എന്നാൽ ഹുശ്റ മഅഹും, കോടിക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്ന റബ്ബിന്റെ കോടതിയിൽ അവനെ ജൂതരുടെ കൂടെ ഒരുമിച്ച് കൂട്ടുന്നതാണ്. ഒരു ഭാഗത്തതാ മുഅ്മിനീങ്ങൾ, അങ്ങനെ ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ആളുകളെ രണ്ടാക്കിക്കൊണ്ട് 2 വിഭാഗമാക്കി തിരിക്കുമ്പോൾ
ജൂതരും മജൂസികളും ഒക്കെ ഇവിടെ നിൽക്കുകയാണ്. പക്ഷേ നല്ല നിസ്കരിക്കുന്ന മനുഷ്യനാണ്, ഹജ്ജ് ചെയ്ത മനുഷ്യനാണ്, ഒരുപാട് താടി പിടിച്ച് നടന്നവനാണ്. അവന്റെ ശൈലി, അവന്റെ ഒരു ചര്യ പിടിച്ചത് ആ നിൽക്കുന്ന നരകത്തിലേക്ക് കൊണ്ടുപോകാൻ, വലിച്ചു കൊണ്ടുപോകാൻ കാത്തിരിക്കുന്ന മലായിക്കത്തിന്റെ മുന്നിലുള്ള അവരാണ് ഭൂമി ലോകത്ത് താടി പിടിച്ചിരുന്നവർ. ആ ചര്യ പിൻപറ്റിയവരാൻ ഈ നിസ്കാര സ്റ്റാമ്പ് വെച്ച കഅബത്തിന്റെ കല്ല് പിടിച്ച ഈ ഹാജിയാർ താടി പിടിച്ചിട്ടാണ് മഹ്ശറിൽ നിൽക്കുന്നതെങ്കിൽ പോടാ, അങ്ങോട്ട് പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യനെ ജൂതന്മാര് നിൽക്കുന്ന തലത്തേക്ക് ആട്ടിവിടുന്നതാണ്. ആ സമയത്താണ് അല്ലാഹ് 10 വിരലുകൾ കടിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളുടെ മജ്‌ലിസിൽ നിന്ന് ജൂതന്മാരുടെ മജ്‌ലിസിലേക്ക് ഖേദിച്ചുകൊണ്ട് കൈമലത്തിക്കൊണ്ടുപോകുന്നു. കൈമലത്തി വാവിട്ട് കരഞ്ഞു പോകുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ മുസ്ലിം സമുദായമേ, താടി വടിച്ചിട്ട് ഹത്താ യമൂത് മൻ തശബ്ബഹ ബിഹിം ഹത്താ യമൂത് ഹുശറ മഅഹും. താടി വടിച്ച മനുഷ്യന്മാർ, താടി വടിച്ച് നടക്കുന്നവർ ആ രൂപത്തിൽ തന്നെ മരിച്ചുപോയി. താടി വടിക്കുന്ന കുട്ടികൾ, താടി വടിക്കുന്ന ചെറുപ്പക്കാർ ഹത്താ യമൂത് ആ രൂപത്തിലങ്ങ് മരിച്ചുപോയി. എന്നാൽ ഹുശറ മഅഹും ആ താടിവടിയന്മാരായ, താടി വടിച്ചുകൊണ്ട് മരിച്ചുപോയവരെ, നിസ്കാര സ്റ്റാമ്പ് വെച്ച താടി വടിച്ച മനുഷ്യനാൽ അവനെയും ജൂതന്മാരുടെ കൂടെ അവനൊരുമിച്ച് കൂട്ടുന്നതാണ്. മഅദല്ലാഹ്, അല്ലാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. എന്തിനാണ് ഞാൻ കുറെ വഅദ് പറയുന്നത്? ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് അവിടുന്ന് പറഞ്ഞു, ലൈസ മിന്നാ മൻ തശബ്ബഹ ബിഗൈരിനാ, നാമല്ലാത്ത മറ്റു ജാതികളോട് സാദൃശ്യമായി ഇവിടെ ചര്യപ്രിയം മുറുകെ പിടിച്ച് നടക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല, എന്നിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ഉറപ്പിച്ചു പറയുകയാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന, വിട്ടുനിന്ന് കേൾക്കുന്ന ദീനിന്റെ പടയാളികളെ, ചെറുപ്പക്കാരെ, അങ്ങ് അകലെ കടകളിലും പരിസരത്തും നിന്ന് കേൾക്കുന്ന എന്റെ ദീനിന്റെ നാളത്തെ പള്ളി ഭരിക്കേണ്ടുന്ന ചെറുപ്പക്കാരെ, ജ്യേഷ്ഠ സഹോദരങ്ങളെ, നിങ്ങൾ എന്റെ പ്രസംഗം നിങ്ങൾ എന്നൊരു അനുജനെ പോലെ അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുക. നിങ്ങളാരും തന്നെ വെറുക്കരുത്. റസൂലുള്ളാഹി പറഞ്ഞ ഹദീസുകൾ എന്റെ വകയായി ഞാൻ ഒന്നും വായിക്കുന്നില്ല, എന്റെ വകയായി ഞാൻ ഒന്നും പറയുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഞാനൊന്ന് വായിക്കുന്നു എന്ന് മാത്രം, വേറെ ഒന്നിലേക്കും ഞാൻ കടക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു വരുന്നത്, സഹോദരങ്ങളെ, ദീനിന്റെ മക്കളെ, എന്റെ ചെറുപ്പക്കാരെ, നാളെ മഹ്ശറിൽ 10 വിരലുകൾ കടിക്കുന്ന രംഗമാണ്. ഞാനിപ്പോ ഒരു ഹദീസ് വായിച്ചുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു. അടുത്തൊരു ഹദീസ് കേട്ടോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താടി വടിച്ചുകൊണ്ട് മഹ്ശറിലേക്ക് വരുന്നവരുടെ മുഖത്ത് നോക്കുകയില്ല. താടി വടിച്ച് മഹ്ശറിലേക്ക് വന്നവന്റെ മുഖത്ത് പുന്നാര മുത്തുനബി നോക്കൂല. 110 ഹജ്ജ് ചെയ്തവനാണെങ്കിലും, കഅബത്തിന്റെ കില്ല പിടിച്ചവനാണ് എങ്കിലും, മദീന മുനവ്വറയിൽ കാലുകുത്തിക്കൊണ്ട് റൗദാ ഷരീഫിൽ ഇരുന്ന് ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലി കണ്ണീരൊടുക്കിയവനാണ് എങ്കിലും, താടി വടിച്ചുകൊണ്ടാണോ റബ്ബിന്റെ അരികിലേക്ക് എത്തിയത്? താടി വടിച്ച സമയത്താണോ നാട്ടുകാരെ മരിച്ചത്? എന്നിട്ടാണോ റബ്ബിന്റെ അരികിലേക്ക് എത്തുന്നത്? അല്ലാഹുവിന്റെ ഹബീബ്, കാരുണ്യത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന്റെ മുഖത്ത് നോക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. അന്ന റജുലൻ ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന, റിപ്പോർട്ട് ചെയ്യുന്നു, അന്ന റജുലൻ മിനൽ മജൂസ്, ഒരു മനുഷ്യൻ ജാഅ ഇലൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അരികിലേക്ക് വന്നു. വഖദ ഹലഖ ലഹിയതഹു, അവന്റെ താടി കളഞ്ഞിട്ടുണ്ട്. മജൂസിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ്, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവനല്ല. പക്ഷേ നബി തങ്ങളുടെ അരികിലേക്ക് താടി വെടിച്ചു വന്നു. വഅതാല ശാരിബഹു, അവന്റെ മീശ നീട്ടി വളർത്തിയിട്ടുമുണ്ട്. ഫഖാല ലഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ആ മനുഷ്യനോട് പറയുന്നു,
മാഹാദാ, ഇതെന്താണ് മോനെ, എന്താണ് കരളെ? ചെറുപ്പക്കാരല്ലേ, അറിയാതെപ്പെട്ടവരായേക്കാം. എന്താണ് മോനെ? ഉടൻ അവൻ പറയുന്നു, ഹാദാ ദീനുനാ, ഇത് ഞങ്ങളുടെ മതമാണ് നബിയേ. ഞങ്ങളുടെ മതത്തിൽ താടി വടിക്കുന്നു, മീശ വളർത്തുന്നു. താടി വടിക്കുകയും മീശ നീട്ടുകയും അത് ഞങ്ങളുടെ മതത്തിൽ പെട്ടതാണ് നബിയേ. ഇത് പറയുമ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിവരിക്കുകയാണ്, ലാകിൻ ഫീ ദീനിനാ, മോനെ ഞങ്ങളുടെ മതത്തിൽ, പരിശുദ്ധ ദീനാകുന്ന സുന്ദര മതത്തിൽ, പരിശുദ്ധ ഇസ്ലാമാകുന്ന സുന്ദര മതത്തിൽ, ഞങ്ങളുടെ മതത്തിലുള്ളത് അൻഉഫിയ ശവാരിബ, മീശവെട്ടലാണ്, വഅൻഉഫിയ ലഹിയാ, താടി വളർത്തലുമാൻ. താടി വടിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖിന്റെ ചാരത്തേക്ക് വന്നുപോയ ആ ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കുകളാണ്. മാത്രമല്ല, ഒന്നും കൂടെ പറയട്ടെ, അൻ യഹ്യ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു, യഹ്യ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഖാൽ അതാ റജുലുൻ മിനൽ അജമിൽ മസ്ജിദാ, അജമികളിൽ നിന്ന്, അനറബികളായ ആളുകളിൽ നിന്ന് ഒരു പാവപ്പെട്ട മനുഷ്യൻ പള്ളിയിലേക്ക് വരുന്നു. വഖദ് വഫറ ശാരിബഹു, അവന്റെ മീശേതാ വളർത്തിയിട്ടുണ്ട്. വജസ്സ ലഹിയതഹു, അവന്റെ താടി വടിച്ചിട്ടുമുണ്ട്. അവൻ താടിയതാ ചെറുതാക്കിയിട്ടുണ്ട്, വടിച്ചിട്ടുണ്ട്. മീശയതാ അവൻ വളർത്തിയിട്ടുമുണ്ട്. ഫഖാല ലഹു റസൂലുള്ളാഹ്, വഅദ് കേൾക്കുന്ന ഉമ്മമാരെ, ഒരു ഭാര്യ നന്നായാൽ ഭർത്താവ് താടി വടിക്കുമോ? അങ്ങകല് കേൾക്കുന്ന എന്റെ ഉമ്മ, എന്റെ വഅദ് കേൾക്കുന്ന പെങ്ങളെ, ഭർത്താവ്, ഭാര്യ നന്നായാൽ, ഒരു സ്വാലിഹത്തായ ഭാര്യയാണ് എങ്കിൽ ആ പെണ്ണിന്റെ ഭർത്താവ് താടി വടിക്കുകയില്ല, താടി വടിക്കാൻ ആ പെണ്ണ് അനുവദിക്കുകയില്ല. വല്ല തമാശകളും മറ്റുമൊക്കെ പറഞ്ഞിട്ട് താടി വടിക്കുമ്പോ എന്തൊരു ഇടങ്ങാറാണ്. താടി വടിക്കുമ്പോ നിങ്ങളുടെ മുഖം കാണാൻ വയ്യ, മുഖത്തൊരു ഭംഗിയില്ല. ഭർത്താവിന്റെ മനസ്സ് വായിക്കുന്ന പെണ്ണ്, സ്വാലിഹത്തായ പെണ്ണ്, ഭർത്താവിനോട് പറയുന്നത്, നിങ്ങൾ താടി വെച്ചാൽ കാണാൻ എന്തൊരു ഭംഗിയാൻ. സ്വാലിഹത്തായ പെണ്ണ് മറ്റു പല ഹിക്മത്തുകളിലൂടെ ഭർത്താവിനെ കൊണ്ട് താടി വെപ്പിക്കുന്നവരാണ്. അവരാണ് സ്വാലിഹത്തായ പെണ്ണ്. നല്ല ഭാര്യയുടെ ഭർത്താവ് താടി വടിച്ച് നടക്കൂല. താടി വടിച്ച് നടക്കുന്ന ഹാജിമാരുണ്ടോ? അവിടെ ഉമ്മമാർ, അവിടെ ഭാര്യമാർ, അവര് പോരാ. ഭർത്താവിനെ വശീകരിച്ചുകൊണ്ട് സ്വർഗത്തിൽ ഭർത്താവിന്റെ കൈപ്പിടിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ ആശിക്കാത്ത പെണ്ണാൻ എന്റെ സ്ത്രീകളെ. ഞാനിത് പറയുമ്പോ എന്റെ നല്ലവരായ സഹോദരിമാരോട്, ഒരുപാട് നല്ല ഉമ്മമാരുണ്ട്, ഒരുപാട് നല്ല സഹോദരിമാരുണ്ട്. അവരെത്ര പറഞ്ഞാലും കേൾക്കാത്ത ഒരുപടി ഭർത്താക്കന്മാരുണ്ട്. അവരെ കുറിച്ചല്ല പറയുന്നത്. 80% സ്ത്രീകൾ അവർ സ്വാലിഹത്തായ സ്ത്രീകളാണ്. അവരുടെ ഭർത്താക്കന്മാർ താടി വടിച്ച് നടക്കുകയില്ല. ഇതാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. സ്വാലിഹത്തായ പെണ്ണിന്റെ ഭർത്താവ് താടി വടിക്കാൻ വേണ്ടി ആ പെണ്ണ് അനുവദിക്കുകയില്ല. തമാശകളും മറ്റുമൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണതാ ഭർത്താവിനെ കൊണ്ട് താടി വെപ്പിക്കുന്നതാണ്. നല്ലൊരു പെണ്ണിന്റെ അടയാളമാണ്. ഇരിക്കട്ടെ, ഞാനിവിടെ പറയുന്നത്, അതാ റജുലുൻ മിനൽ അജമിൽ മസ്ജിദാ വഖദ് വഫറ ശാരിബഹു വജസ്സ ലഹിയതഹു ഫഖാല ലഹു റസൂലുള്ളാഹ് മാ ഹമലക അലാ ഹാദാ. മനുഷ്യ, നിന്നെ താടി വടിക്കലിന്റെ മേൽ പ്രേരിപ്പിച്ച വസ്തു എന്താണ്? എന്തേ നീ താടി വടിച്ചത്? പുരുഷന് അഭിമാനമാണ് താടി എന്ന് പറയുന്നത്. പുരുഷന് ഭംഗിയുള്ളതാണ് താടി എന്ന് പറയുന്നത്. അത് വടിക്കാൻ നിന്നെ പ്രേരിപ്പിച്ച വസ്തു എന്താണ്? ഫഖാല, അവിടുന്ന് പറയുന്നു, ഇന്ന റബ്ബീ അമറനീ ബിഹാദാ,
എന്റെ ദൈവം എന്നോട്, എന്റെ റബ്ബെന്നോട് താടി വടിക്കാനാണ് കൽപ്പിച്ചത്. ഉടൻ കാരുണ്യത്തിന്റെ മുത്ത് തിരിച്ചടിക്കുന്നു. ഇന്നല്ലാഹ അമറനി അൻ ഉവഫിറ ലഹിയതി വഉഹഫിയ ശാരിബി. എന്റെ റബ്ബെന്നോട് കൽപ്പിച്ചത് എന്റെ താടി വളർത്താനും മീശ വെട്ടാനുമാണ്. എന്റെ റബ്ബ് എന്നോട് താടി വടിക്കാൻ കൽപ്പിച്ചിട്ടില്ല. എടോ കരളെ, നിന്റെ റബ്ബ് നിന്നോട് കൽപ്പിച്ചു വന്നോ? എന്താണ് നീ പറയുന്നത്? എന്റെ വഅല് കേൾക്കുന്ന പുരുഷന്മാരെ, ഇതാ കേട്ടോളൂ. ജീവിതത്തിലെ പ്രധാന ലക്ഷ്യമാണ് അല്ലാഹുവിനെ കണ്ണിന് കാഴ്ച നൽകിയ യജമാനനായ റബ്ബിനെ കാണുക എന്നുള്ളത്. അഷ്റഫുൽ ഖൽഖിന്റെ മുഖമെന്ന് കണ്ടിട്ട് അവിടുത്തെ കൈയൊന്ന് പിടിക്കുക എന്നുള്ളത് മുസ്ലിം സമുദായത്തിന്റെ ആശയാണ്, ആഗ്രഹമാണ്, മുസ്ലിം സമുദായത്തിന്റെ ലക്ഷ്യമാണ്. എന്നാരെന്ന് കേട്ടോളൂ, താടി വടിക്കുന്നവരുടെ മുഖത്ത് ദുനിയാവിൽ വെച്ച് റസൂലുള്ള നോക്കിയില്ല. താടി വടിച്ചവനെ കണ്ടപ്പോൾ തങ്ങളുടെ മുഖമൊന്ന് തിരിച്ചുപോയി. ബഹുമാനപ്പെട്ട ഇബ്നു ജരീർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അൻ സയ്യിദ് ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. അവിടുന്ന് വിവരിക്കുന്നു, കിസ്റ രാജാക്കന്മാരിൽ അവരയച്ച 2 ദൂതന്മാർ അവർ വരികയാണ്. ദഖലാ അലാ റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ അരികിലേക്ക് 2 പുരുഷന്മാർ വരുന്നു. നബി തങ്ങളുടെ പുരുഷന്മാർ വന്നു. വഖദ് ഹലഖാ ലിഹാഹുമാ, അല്ലാഹുവിന്റെ ഹബീബിരിക്കുന്ന സദസ്സിലേക്ക് താടി വടിച്ച 2 പുരുഷന്മാർ വരുന്നു. വഅഫയാ ശബാരിബഹുമാ, മീശവർ വളർത്തിയിട്ടുണ്ട്, താടിയവർ വടിച്ചിട്ടുമുണ്ട്. ഫകരിഹൻ നളറ ഇലൈഹിമാ ഫകരിഹാ, ദീനിന്റെ മക്കളെ, ഇസ്ലാമിന്റെ പടയാളികളെ, പ്രായം ചെന്ന ഹാജിമാരെ, കഅബത്തിന്റെ കല്ല് പിടിച്ച ഉപ്പമാരെ, ഫകരിഹൻ നളറ ഇലൈഹിമാ, നബി തങ്ങൾ അവർ 2 പേരിലേക്കും നോക്കിയില്ല. നോക്കുന്നതിന് വെറുത്തുപോയി, അങ്ങോട്ട് മുഖം തിരിച്ചില്ല, അതിനെയും വിട്ടു തിരിക്കുന്നു. വഖാൽ, നബി തങ്ങൾ പറഞ്ഞുപോയി, വൈലക്കുമാ മിൻ അംരിക്കുമാ ബിഹാദാ, മക്കളെ വല്ലാത്ത നാശമാണ് നിങ്ങൾക്ക്, വല്ലാത്ത നാശമാണ്. താടി വടിച്ച മക്കളെ, താടി വടിച്ച കുട്ടികളെ, താടി വടിച്ച മക്കളെ, നിങ്ങൾക്ക് വല്ലാത്ത അസുഖയുണ്ട്, നിങ്ങൾക്ക് വല്ലാത്ത നാശമുണ്ട്. വൈലക്കുമാ മിൻ അംരിക്കുമാ ബിഹാദാ, വലിയ നാശമുണ്ട് മക്കളെ. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ചൊല്ലിക്കോളൂ ഉപ്പമാരെ, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ചെല്ലാം പറയുമ്പോ ഞാനിങ്ങനെ കണ്ണടച്ച് പറയാം, നിങ്ങളെ നോക്കാതെ പറയും, നിങ്ങളുടെ മുഖത്തൊക്കെ ഇങ്ങനെ നോക്കുന്നത് പോലെ. പക്ഷേ എന്റെ പല ആളുകളുടെയും മുഖത്തെനിക്ക് നോക്കുമ്പോ ഒരു പ്രയാസം. താടി പഠിച്ച് ഒരുപാട് സഹോദരങ്ങൾ ഇവിടെ ഇരിക്കുന്ന കാണുമ്പോ എനിക്ക് വെറുപ്പില്ലട്ടാ, ഒരു വെറുപ്പില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യും, നിങ്ങൾ എനിക്കും വേണ്ടി ദുആ ചെയ്യാം. അജരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ഞാൻ താടി വെക്കില്ലെന്ന് എന്റെ ഹാജിയാർ, എന്റെ പൊന്നു പ്രിയപ്പെട്ട പിതാക്കളെ പ്രതിജ്ഞ എടുത്തോളൂ. നിങ്ങൾ മടിക്കണ്ട. പടച്ചവരെ, ഞാൻ അടുത്തിരുന്ന് പെട്ടോ, ഞാനിപ്പോ ഈ മുസ്ലിയാരുടെ നല്ലൊരു ബാല കേൾക്കാൻ വന്നതാ. എന്നിട്ട് ഞാൻ അയാളെ മുന്നിൽ പോയാണ് ഇരിക്കും ചെയ്യും. ഇപ്പൊ എഴുന്നേൽക്കാനും വയ്യ. എഴുന്നേറ്റാ പല ആളുകൾ നോക്കും, എഴുന്നേറ്റാല് അപ്പൊ ഇങ്ങനെ നോക്കിട്ട് അല്ലാതെ താടി പഠിച്ച ആളാ പോണത് എന്നിങ്ങനെ. അപ്പൊ ആർക്കും എഴുന്നേൽക്കാനും വയ്യ. ഞാൻ ഇവിടെ പറയുന്നു, നിങ്ങൾ ആരും വെറുപ്പ് വിചാരിക്കുന്നു, വെറുക്കാൻ വേണ്ടി പറയുകയുമല്ല. നമ്മളൊക്കെ പാവങ്ങളാണ്, സാധുക്കളാണ്. പക്ഷെ ഒരു കാര്യം റസൂലുള്ള പറഞ്ഞതാണ്, നബിത്തങ്ങളെ വൈലക്കുമാ മിൻ അംരിക്കുമാ ബിഹാദാ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി തെരുമാറാവട്ടെ. റഹ്മുർ-റഹീമായ റബ്ബ് അവന്റെ മുത്തഖീങ്ങൾ പെടുത്തി തെരുമാറാവട്ടെ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കസീറ ശഅരിൽ ലഹിയ, നല്ലവണ്ണം താടി വളർത്തിയവരായിരുന്നു റസൂലുള്ളാഹ്. നബി തങ്ങളുടെ കൂടെ നിൽക്കാൻ ആശിക്കുന്നവരല്ല നാട്ടുകാരെ നമ്മൾ. എന്റെ ഉമ്മമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഒന്ന് താടി വെക്കാൻ പറഞ്ഞുകൂടെ നിങ്ങൾക്ക്? എന്റെ സഹോദരിമാര് നിർബന്ധിച്ചാൽ
ഒരൊറ്റ മനുഷ്യൻ താടി വെക്കാതെ ഈ നാട്ടിൽ നടക്കൂല. പെണ്ണുങ്ങളുടെ കുറവാണ്. ഈ പെണ്ണുങ്ങൾ, ഞാൻ എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും പെണ്ണുങ്ങളെ വല്ല ചീത്തറിയും. സ്ത്രീകൾക്ക് ഇപ്പോൾ ഒരു ചൊല്ലുണ്ട്, ഞാൻ സ്ത്രീകളെ ചീത്ത അറിയുന്ന ഒരാളാണ്. ഇല്ല ഉമ്മമാരെ ഒക്കെ നിർത്തിയിട്ടുണ്ട്. ഞാൻ ആരും ചീത്ത അറിയാനൊന്നുമില്ല, ഞാൻ ചീത്ത പറയാനൊന്നുമില്ല. അത് ആ വിഷയം പറയുമ്പോ ചിലപ്പോൾ ചീത്ത അറിയും. നിങ്ങളെ പറയാതിരിക്കാൻ പറ്റൂല, നിങ്ങളെ പറയാതിരിക്കാൻ പറ്റൂല. നിങ്ങളെ കാട്ടിക്കൂട്ടൽ കണ്ടാല് എന്തെങ്കിലും പറയാതെ ബാല് നിർത്താൻ തോന്നൂല. ഈ ബാല് കഴിയുമ്പോ 2 മിനിറ്റ് നിങ്ങളെ കുറിച്ച് പറയും. ഏതായാലും ഇരിക്കട്ടെ, ഞാൻ പറയുന്നത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കസീറ ശഅരിൽ ലഹിയ. അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കസീഫൽ ലഹിയ, തിങ്ങിയ താടിയുള്ള ആളായിരുന്നു. കാനത്തിൽ ലഹിയതുഹു ഖദിം തലഅത് മിൻ ഹാഹുനാ ഇലാ ഹാഹുനാ വഅമറ യദഹു അലാ ആരിളൈ വഅമറ യദഹു അലാ ആരിളൈ. പക്ഷേ വറഖസ ബഅദു അഹ്ലിൽ ഇൽമി ഫി അഖദി മാ സാദ അല ഖബ്ലത്തി, ഒരു പിടുത്തത്തിന്റെ അപ്പുറം ഉള്ളത് പിടിക്കാം, അവിടുന്ന് മുറിക്കാമെന്ന് പണ്ഡിത മഹത്തുക്കൾ റുഖ്സ ചെയ്തിട്ടുണ്ട്. ലിഫഇൽ ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ മുത്തബിഉ സുന്ന, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത് ചില ആളുകൾക്ക് ഒരു അനുകൂലമായി അല്ലാഹുവിന്റെ ഹബീബിന്റെ മുത്തബിഉ സുന്നയാണ്. അവിടുന്ന് ചെയ്തുവെങ്കിൽ എന്തെങ്കിലും ഇല്ലാതിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവിടുന്ന് അത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇമാം നബവി റളിയല്ലാഹു അൻഹു വഅക്സറുൽ ഉലമാഇ യക്റഹുഹു, അവിടുന്ന് വഖാല അൻ-നബവി വൽ മുഖ്താറു തർക്കുഹാ അലാ ഹാലിഹാ. ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നത്, മുഖ്താറായ അഭിപ്രായം തൊടാൻ പോകണ്ട. നമുക്ക് ഞാനിവിടെ പറയുന്നത് ചെറിയ രൂപത്തിലെങ്കിലും ഒരു താടി വെച്ച് നടക്കാനാണ്. ഞാനിപ്പോ ഇവിടെ ഈ രൂപത്തിൽ പറയുന്നത്. എന്റെ നല്ലവരായ ജ്യേഷ്ഠാനുജന്മാരെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പ്രഭാഷണം വല്ലാതെ നീട്ടുന്നില്ല. ഞാൻ എന്റെ സഹോദരങ്ങളോട് പറഞ്ഞു വരുന്നത്, അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതരോട് നിങ്ങൾ സാദൃശ്യമാവരുത്, അവരെ നിങ്ങൾ പിൻപറ്റരുത്. ജൂതന്മാരെ പിൻപറ്റിക്കൊണ്ട് താടി വടിക്കരുത്, മജൂസികളെ പിൻപറ്റിക്കൊണ്ട് നിങ്ങൾ താടി വടിക്കരുത്. അവിടുന്ന് ഖുർആനോദി മുഅ്മിനീങ്ങളെ പഠിപ്പിക്കുകയാണ്, ലാ തത്തബിഉ വലാ തത്തബിഉ അഹ്വാഅ ഖൗമിൽ ഖദ് ളല്ലൂ മിൻ ഖബൽ വഅളല്ലൂ കസീറാ വളല്ലൂ അൻ സവാഇസ് സബീൽ. അല്ലാഹു പഠിപ്പിക്കുകയാണ്, വലാ തത്തബിഉ, നിങ്ങളാരും പിൻപറ്റരുത്, അഹ്വാഅ ഖൗമിൽ, ആ ജനതയുടെ തടീച്ചയെ നിങ്ങൾ പിൻപറ്റരുത്, അവരുടെ ഇച്ഛക്കൊത്ത് നിങ്ങൾ ജീവിക്കരുത്. അവരതാ താടി പിടിച്ച് ജീവിക്കുന്നവരാണ്, ആ ഇച്ഛക്കൊത്ത് നിങ്ങൾ ജീവിക്കരുത്. ഖദ് ളല്ലൂ മിൻ ഖബൽ, അവരൊക്കെ പിടച്ചുപോയി മുസ്ലിമീങ്ങളെ. വഅളല്ലൂ കസീറാ, ധാരാളം ആളുകൾ അവരെ പിടപ്പിക്കുകയും ചെയ്തു. വളല്ലൂ അൻ സവാഇസ് സബീൽ, വളല്ലൂ അൻ സവാഇസ് സബീൽ, യഥാർത്ഥ വഴിയെ തൊട്ടവർ പിടച്ചുപോയി, അവർക്ക് യഥാർത്ഥ വഴിയിലേക്ക് കടക്കാൻ പറ്റുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു വീണ്ടും പറയുന്നു, വലഇൻ തബഅത അഹ്വാഅഹും മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽം ഇന്നക ഇദൽ ലമിനൽ ളാലിബീൻ. നബിയേ, തങ്ങളെങ്ങാനും നാട്ടുകാരെ, ലഇൻ അശറക്ത, തങ്ങൾ ശിർക്ക് ചെയ്താൽ എന്ന് പഠിക്ക ഖുർആനിൽ കാണാം. തങ്ങൾ ശിർക്ക് ചെയ്താൽ എന്നൊരു വാക്ക്, തങ്ങൾ ശിർക്ക് ചെയ്യുമോ? അല്ലാഹുവിന്റെ ഹബീബ് ചെയ്തിട്ടല്ല, ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുമല്ല പറയുന്നത്. അന്ത്യനാൾ വരെയുള്ള ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. നബിയേ, വലഇൻ ഇത്തബഅത അഹ്വാഅഹും, അവരുടെ തടീച്ചക്കാരെങ്കിലും പിൻപറ്റിയാൽ, ജൂതന്മാരെ പിൻപറ്റിയാൽ, മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽമി, നബിയെ, തങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം, അതിന്റെ ഗൗരവം ഇൽമു വന്നതിന് ശേഷം തങ്ങൾ പിൻപറ്റിയാൽ, ഇന്നക ഇദൽ ലമിനൽ ളാലിബീൻ, തീർച്ചയായും തങ്ങൾ അക്രമികളിൽ പെട്ടവരാൻ. നാട്ടുകാരെ, മുസ്ലിമീങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരെ, നാമെങ്ങാനും താടി വടിക്കുന്നതിന്റെ ഗൗരവം അറിഞ്ഞിട്ട്
വീണ്ടും ഇത് കേട്ടൊരു മനുഷ്യൻ താടി വടിച്ചാൽ ഇന്നക ഇദല്ല മിനല്ലാലിമീൻ, തീർച്ചയായും ആ മനുഷ്യൻ അക്രമികളിൽപ്പെട്ടവനാണ്, ളാലിമീങ്ങളിൽപ്പെട്ടവനാണ്. ഇന്ന അഖ്വഫ മാ അഖാഫു അലാ ഉമ്മത്തി ഇത്തിബാഉൽ ഹവാ വതൂറുൽ അമൽ ഫഅമ്മ ഇത്തിബാഉൽ ഹവാ ഫയസുദ്ദു അനിൽ ഹഖ് വഅമ്മാ തൂറുൽ അമലി ഫയുൻസിൽ ആഖിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, എന്റെ ഉമ്മത്തിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ് സ്വഹാബികളെ. എന്റെ സമുദായത്തിൽ, എന്റെ ഉമ്മത്തിൽ ഞാൻ ഏറ്റവും പേടിക്കുന്നത്, ഭയപ്പെടുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന് ഇത്തിബാഉൽ ഹവാ, മുസ്ലിമീങ്ങൾ അമ്പിയാക്കളെ പിൻപറ്റാതെ, മുസ്ലിമീങ്ങൾ എന്നെ പിൻപറ്റാതെ, മുസ്ലിമീങ്ങൾ നിങ്ങൾ സ്വഹാബികൾ ഈ മുസ്ലിമീങ്ങൾ എന്നെ പിൻപറ്റാതെ, ഇത്തിബാഉൽ ഹവാ, അവര് അവരുടെ തടീച്ചയെ പിൻപറ്റുന്നു, അവര് മറ്റുള്ളവരെ ഹവയെ പിൻപറ്റുന്നു, മറ്റു മതക്കാരെ പിൻപറ്റുന്നു. ഇത്തിബാഉൽ ഹവാ വതൂറുൽ അമൽ, ദുനിയാവിനോടൊരു വല്ലാത്ത കൊതി, ദുനിയാവ് കിട്ടാൻ വേണ്ടി എത്ര താടി പഠിക്കാനും തയ്യാറാണ്. നല്ലൊരു കച്ചവടം ലഭിക്കാൻ, കച്ചവടം വർദ്ധിക്കാൻ, തുണിഷോപ്പിൽ നല്ല ചെലവുണ്ടാവാൻ വേണ്ടി എത്ര താടി പഠിച്ചവരെയും വെക്കാൻ ഹാജിയാർക്ക് സന്തോഷമാണ്. താടിയുള്ള 5 വഖത്ത് നിസ്കരിക്കുന്നവനെ, സുബ്ഹാനല്ലാഹ്, 5 വഖത്ത് നിസ്കരിക്കുന്നവനെ പീടികയിൽ ജോലിക്ക് നിർത്താൻ നിസ്കാരത്താമ്പ് വെച്ച ഹാജിക്ക് മടിയാൻ. നാട്ടുകാരെ, ഗൾഫ് നാടുകൾ കാണുന്ന രംഗമാണിത്. എന്താ വിഷയമെന്നറിയോ? നിസ്കരിക്കുന്നവനാണെങ്കിൽ 5 വഖത്തും അവൻ പള്ളിയിൽ പോകും, നിസ്കരിക്കാത്തവനാണെങ്കിൽ ആ സമയം കൂടെ നമുക്ക് കിട്ടുമല്ലോ. ഓ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരാ, എന്തിനാണ് നിങ്ങൾ സമ്പാദിക്കുന്നത്? നിസ്കരിക്കുന്നവൻ ഒരു കൈകൊണ്ടൊരു വത്തെടുക്കുന്നതിൽ ബർക്കത്തുണ്ട്. 5 വഖത്ത് നിസ്കരിക്കുന്നവരാണ് നിങ്ങൾക്ക് ജോലിക്കാരായി ലഭിച്ചത്. ബർക്കത്താൻ, വല്ലാത്ത റഹ്മത്താൻ. അല്പമാണ് എങ്കിലും 5 വഖത്തിന് അവന്റെ സമയം പോയിട്ടുണ്ട് എങ്കിലും ഉള്ള സമയം അവൻ എടുക്കുന്നതിൽ ബർക്കത്തുണ്ട്. വല്ലാത്ത റഹ്മത്ത് അല്ലാഹു നൽകുന്നതാണ്. നിസ്കരിക്കാത്തവൻ സ്വന്തം മകളെ കെട്ടിക്കാൻ പോലും വലിയാകാൻ പറ്റില്ലല്ലോ. നിസ്കരിക്കാത്ത മനുഷ്യല്ലോ എന്റെ കൈകൊണ്ട് വെള്ളമില്ല എന്ന് പഠിപ്പിച്ച അല്ലാഹുവിന്റെ ദീനിൽ അവൻ പെട്ടവനല്ലെന്ന് പോലും പറഞ്ഞ അവനെയാണോ മാറോട് ചേർത്ത് പിടിക്കുന്നത്? ഓ കഅബ കണ്ട ഹാജിമാരെ, തുണിഷോപ്പ് നടത്തിയിട്ട് ഹോട്ടലിൽ കച്ചവടം നടത്തി കാശ് മാത്രം ലാക്കാക്കിക്കൊണ്ട് കച്ചവടം ചെയ്യുന്ന ഹാജിമാരെ, ഇതാണോ വലിയ കണ്ണ്? നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ ആ സമയം നഷ്ടപ്പെടും. നിസ്കരിക്കുന്നവര് വേണ്ട, നിസ്കരിക്കാത്തവനെ മതി. പടച്ച റബ്ബ് വലിച്ചെറിയുന്നതാണ് മനുഷ്യ, അവസാനം പാപ്പറാക്കി കളയുന്നതാണ്. നിസ്കരിക്കുന്നവരെ ജോലിക്കാരാക്കാൻ നോക്കിക്കോളൂ. ഒരു റൂമിന് നിസ്കരിക്കുന്നവരെ കിട്ടാൻ വേണ്ടി ദുആ ചെയ്തോളൂ. ഏതെങ്കിലും ആളുകളെ കിട്ടാൻ വേണ്ടി നടക്കണ്ട. ഇരിക്കട്ടെ, ഞാനിവിടെ പറയുന്നത്, ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, പറഞ്ഞു വരുന്നത്, ഇന്ന അഖ്വഫ മാ അഖാഫു അലാ ഉമ്മത്തി ഇത്തിബാഉൽ ഹവാ വതൂറുൽ അമൽ ഫഅമ്മ ഇത്തിബാഉൽ ഹവാ ഫയസുദ്ദു അനിൽ ഹഖ്. ഒരിക്കലും താടി പിടിച്ച് തടീച്ചക്ക് പിടിപ്പെട്ട് സ്വയം തോന്നുന്നത് പോലെ റസൂലുള്ളാഹ് അത് മാറ്റിവെച്ച്, സ്വഹാബത്തിനെ മാറ്റിവെച്ച്, ഒരൊറ്റ നബിമാരിലുമില്ലാത്ത താടി വെടിക്കലെന്ന ചര്യ, ഒരൊറ്റ സ്വഹാബികളും കാണിച്ചു തരാത്ത താടി വെടിക്കലെന്ന ചര്യ, അത് സ്വയം തീരുമാനമെടുത്ത് താടി വെടിച്ച് നടക്കുന്നവൻ ഹക്കിനെ തൊട്ട് വ്യതിചലിച്ച് തെറിച്ചു പോകുന്നതാണ്. വഅമ്മാ തൂറുൽ അമലി ഫയുൻസിൽ ആഖിറ. ദുനിയാവിനോട് അതിയായ കൊതി വെച്ച് നടക്കുന്നവൻ ആഖിറത്തിനെ തൊട്ട് തെറിക്കുന്നതാണ്. ആഖിറം അവൻ മറന്നുപോകുന്നതാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. വേദനാജനകമായ ശിക്ഷ
താടി പഠിക്കുന്നവന് വരാനിരിക്കുന്ന വലിയ വലിയ ശിക്ഷകളെ ഒന്ന് സൂക്ഷിക്കും മുസ്ലിമീങ്ങളെ. മഹാന്മാരായ ആരിഫീങ്ങൾ ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുവെങ്കിൽ വല്ലാഹു തബാറക വ തആല ജമ്മല الرجال باللحى. സുബ്ഹാനല്ലാഹ്. ഞാൻ എന്റെ സഹോദരങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ പ്രഭാഷണം നിർത്തുകയാണ്. യുവാക്കളെ, ദീനിന്റെ മക്കളെ, ഒരു ചെറുപ്പക്കാരൻ ഏറ്റവും നല്ല ഭംഗി, നിങ്ങൾ താടി വെച്ചിട്ട് ഒരു പെണ്ണിനെ കാണാൻ പോയോക്കി. ഏതെങ്കിലും പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഇസ്ലാം അനുവദിച്ച രൂപത്തിലുള്ള കാണാൻ പോയാൽ ആ പെണ്ണിന് പെട്ടെന്ന് പിടിക്കും. താടി ഇല്ലാത്തവരാണെങ്കിൽ അവൾ ഒന്നും കൂടെ അങ്ങ് നോക്കും എന്താണ് സ്ഥിതി. താടി ഇല്ലാത്തവളെ പെട്ടെന്ന് പിടിക്കൂല. ഇതെന്താ ഒരു നപുംസകം, ഒരു നപുംസക രൂപത്തിൽ. താടിയുള്ളവന് ഒരു പെണ്ണിന്റെ പ്രകൃതിയാണ് പെട്ടെന്ന് ഇഷ്ടപ്പെടും. അതാണ് എന്റെ ശൈലി. ഏതെങ്കിലുമൊക്കെ വൃത്തികെട്ട പെണ്ണ് ദീനിനോട് അലർജിയുള്ളവൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതൊന്നും നമുക്ക് പറയേണ്ടതില്ല. അങ്ങനത്തെ എത്ര പെണ്ണുങ്ങളുണ്ട്. റസൂലുള്ളാഹിനെ കളിയാക്കിക്കൊണ്ട് മാറിടം വെളിവാക്കി വളരെ മോശപ്പെട്ട് നടക്കുന്നവൾ, അവൾക്ക് താടിയുള്ളത് ഇഷ്ടപ്പെടില്ല. താടി വെച്ച സാധുവായ നല്ല ഭർത്താവിനോട് അവൾക്ക് വെറുപ്പായിരിക്കും. മോളെ, റബ്ബ് നിന്നെ വെറുതെ വിടൂല. ആ പെണ്ണിനൊക്കെ അല്ലാഹു മൂലയിൽ കിടത്തുമ്പോ തുള്ളി വെള്ളം കൊടുക്കുകയില്ല. അത് സൂക്ഷിക്കലാ നല്ലത്. ഏതായാലും ഇരിക്കട്ടെ എന്റെ ചെറുപ്പക്കാരെ, ജമ്മല الرجال باللحى മഹാന്മാര് പഠിപ്പിക്കുന്നു. അവിടുന്ന് പുരുഷന്മാരെ അള്ളാഹു അലങ്കരിപ്പിച്ചത്, ഭംഗി കൊടുത്തത് താടി കൊണ്ടാണ്. മഹത്തുക്കൾ വിവരിക്കുന്ന കാണാം, മലക്കുകളുടെ തസ്ബീഹിൽപ്പെട്ട ഒരു തസ്ബീഹാണ് സുബ്ഹാന മൻ സയ്യന الرجال باللحية. സുബ്ഹാന മൻ സയ്യന الرجال. സുബ്ഹാനമൻ ഒരുത്തനെ പരിശുദ്ധനാക്കൽ, പരിശുദ്ധനാക്കുന്നു. സയ്യനവൻ ഭംഗിയാക്കിയ റിജാല പുരുഷന്മാരെ ബിൽ ലിഹയ്യത്തി താടി കൊണ്ട്. എങ്ങനെയുണ്ട്? വലാ യഫ്അലുഹു. അവിടെ വഖാല ഫി തംഹീദ് വയഹ്റുമു ഹൽഖുൽ ലിഹ്യത്തി. ഇത് വിശദീകരിച്ച് തൊട്ട് താഴെ തന്നെ പറയാ താടി വടിക്കൽ ഹറാമാണ്. എന്നിട്ട് പറയുന്നു, ഞാനത് ചില ആളുകൾക്കൊക്കെ പറയാം, വേറെ ചില പണ്ഡിതന്മാർ, നാട്ടുകാരെ ഈ പറഞ്ഞത് മുഴുവനും പറഞ്ഞ പണ്ഡിതന്മാർ ആ ഭാഗമാണ് ഞാൻ വിവരിക്കുന്നത്. വലാ യഫ്അലുഹു. താടി വടിക്കൂല ഇല്ലൽ മുഖന്നസൂന മിനർ റിജാലി. പുരുഷന്മാരിൽ നിന്ന് ആണും പെണ്ണും അല്ലാത്ത നപുംസകങ്ങളല്ലാതെ താടി വടിക്കുകയില്ല. ആണും പെണ്ണും അല്ലാത്ത നപുംസകങ്ങളല്ലാതെ താടി വടിക്കൂല. താടി വടിക്കുന്നവർ ആണുമല്ല പെണ്ണുമല്ല നപുംസകങ്ങളാണ്. അവിടുന്ന് തംഹീദ് എന്ന കിതാബിൽ പണ്ഡിത മഹത്തുക്കൾ വിവരിക്കുകയാണ്, ഫല്ലഹിയതു സീനത്തുർ റിജാൽ. എന്നിട്ട് പറയുന്നു, താടി അത് പുരുഷന്മാരുടെ അലങ്കാര വസ്തുവാണ്. വമിൻ തമാമിൽ ഖൽഖി. സൃഷ്ടികളുടെ തമാം പരിപൂർണതയിൽപ്പെട്ട ഒരു ഭാഗവുമാണ്. വബിഹാ മയ്യസല്ലാഹു റിജാല. ആ താടി കൊണ്ടാണ് അല്ലാഹു മിനൻ നിസാഇ, സ്ത്രീകളെ തൊട്ട് പുരുഷന്മാരെ വേർതിരിച്ചെടുത്തത്. സ്ത്രീകളെ തൊട്ട് മയ്യസല്ലാഹു അർരിജാല മിനൻ നിസാഇ. ഞാൻ പറയല്ല, മഹാന്മാരായ ആരിഫ്യങ്ങൾ വിവരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ പ്രസംഗം നിർത്തട്ടെ. എന്റെ നല്ലവരായ സഹോദരങ്ങളെ, ആരെങ്കിലുമൊക്കെ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു. താടി വടിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷകളിൽ ഇരുവീട്ടിലും ലഅനത്താക്കപ്പെട്ട, ഇരുവീട്ടിലും ദുനിയാവിലും ആഖിറത്തിലും ലഅനത്താക്കപ്പെട്ട 4 ആളുകളിൽ ഒന്ന് താടി വടിക്കുന്നവരെയാണ് റസൂലുള്ള എണ്ണിയിരിക്കുന്നത്, മഹാന്മാര് വിവരിക്കുന്നത്. അതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രസംഗം നിർത്തുകയാണ്. എന്റെ സഹോദരങ്ങളെ, ആരെങ്കിലുമൊക്കെ ഇതൊരു നല്ലതായി കാണുന്നുവെങ്കിൽ എന്റെ സഹോദരങ്ങൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഇൻഷാ അല്ലാഹ് അവിടുന്ന് എന്റെ പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ആലിമീങ്ങളും സാദാത്തുക്കളും സാധാരണക്കാരും ആബിദീങ്ങളും എല്ലാവരും തീരുമാനമെടുക്കുക, പടച്ചവരെ, താടി പിടിക്കുന്നതിന്റെ മുത്തുനബിക്ക് ഇഷ്ടമില്ല. ആരാണെങ്കിലും ശരി, ഒരു മുത്തുനബിയുടെ പേരക്കിടാവ് താടി പിടിച്ചു നടക്കുമ്പോ ഉപ്പാപ്പ മുഖത്ത് നോക്കുമോ? പക്ഷേ ഒന്ന് സുബ്ഹാനല്ലാഹ്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ലഖറാബത്തു അഹ്ലി ബൈത്ത് റസൂലില്ലാഹ്. റസൂലുള്ളാഹിന്റെ കുടുംബം അഹബ്ബു ഇലയ്യ മിൻ ഖറാബത്തി. എന്റെ കുടുംബത്തെക്കാളും എനിക്ക് ഇഷ്ടമാണ്, ഏറ്റവും മഹബ്ബത്തുള്ളത് ആ മക്കളാണ്.
ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മക്കൾക്ക് ചില്ലറ പദവിയൊന്നുമല്ല. പക്ഷേ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് താടി വടിച്ചുകൊണ്ട് ആ കുട്ടികളെങ്ങാനും ചെന്നാൽ ചിലപ്പോൾ ഉപ്പാപ്പാട്ടി വിട്ടാലോ പുന്നാര മുത്തുനബി ഇഷ്ടപ്പെടില്ല. ഉപ്പാപ്പാക്ക് ഇഷ്ടമില്ലാത്തതാണ് മക്കളെ, പേരമക്കളെ, പേരക്കിടാങ്ങളെ, ഉപ്പാപ്പാക്ക് തീരെ ഇഷ്ടമില്ലാത്തതാണ് താടി വടിക്കുക എന്നുള്ളത്. ഒരൊറ്റ തങ്ങളുട്ടി താടി വടിച്ചുകൊണ്ട് സമുദായത്തിന്റെ മുന്നിൽ ഇറങ്ങരുത്. സുബ്ഹാനല്ലാഹ്, ഉപ്പാപ്പയോട് മഹബ്ബത്തുണ്ടാക്കണമെന്ന് ഞാൻ ഈ സമയം പറയുന്നതോടൊപ്പം ഒരു മദ്രസയിൽ 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദ് പോലും താടി വടിച്ചുകൊണ്ട് നടന്നാൽ, ചെറുപ്പക്കാർ, എന്റെ സഹോദരങ്ങളെ, എന്റെ സ്നേഹിതന്മാരെ, ഏതെങ്കിലും ഒരു സഹോദരൻ അത് വിഷയമില്ലെന്ന് തോന്നിയാൽ 2-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദ്, 5-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദ് താടി വടിച്ച് നാട്ടിലുള്ള ചെറുപ്പക്കാരൻ അത് കുഴപ്പമല്ലെന്ന് വിചാരിച്ചാൽ, എന്റെ സ്നേഹിത, റസൂലുള്ളാഹി ആട്ടിവിടില്ലേ? നബി തങ്ങളുടെ അടുത്തേക്ക് അടുപ്പിക്കുമോ? ആ ഭാഗമൊന്ന് ശ്രദ്ധിക്കുക. ധാരാളം പറയേണ്ടതുണ്ട്, വിശദീകരിക്കേണ്ട ഭാഗമാണ്. ഞാനിവിടെ നിർത്തുന്നു. 4 കാര്യം കൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം നിർത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, മഹാന്മാരായ ആരിഫ്യങ്ങൾ പറഞ്ഞുപോയ നിരവധി കാര്യങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ ഞാൻ വിഷയത്തില് ധാരാളം എഴുതിക്കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ മുന്നിൽ പറയാൻ 4-5 മണിക്കൂർ പറഞ്ഞാലും എവിടെയും എത്തിക്കാൻ പറ്റുകയില്ല. 4-5 മണിക്കൂർ ഇതിൽ ഒരു ഭാഗത്തിലെ പകുതിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 2 ഭാഗം ഞാൻ മുഴുവനും എഴുതിക്കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. പക്ഷേ അതിന്റെ ഒരു ഭാഗം പോലും തീർത്തിട്ടില്ല. ഇരിക്കട്ടെ, സമയം കഴിയുന്നു, വല്ലാതെ വൈകിയിരിക്കുകയാണ്. ആ 4 കാര്യം ഒരു സൂചന എന്ന നിലക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അൻ അബീ ഉമാമത റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർബഅത്തുൻ ലുഇനു ഫിദ്ദുനിയാ വൽ ആഖിറ. അർബഅത്തുൽ, 4 കാര്യം, ലുഇനു, 4 ആളുകൾ അവരെ ലഅനത്ത് ചെയ്തിരിക്കുന്നു, അവരെ ശപിക്കപ്പെട്ടിരിക്കുന്നു, ദുനിയാവിലും ആഖിറത്തിലും. വ അമ്മനത്തുൽ മലായിക, കാരുണ്യത്തിന്റെ മുത്ത് ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞപ്പോ ആമീൻ പറഞ്ഞത് മലക്കുകളാ. ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുന്നു. ഈ പ്രസംഗം ഞാൻ നിർത്തട്ടെ. അവിടുന്ന് റസൂലുള്ള 4 കൂട്ടരെ ശപിക്കുമ്പോ ആമീൻ 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 എന്ന് പറഞ്ഞത് മലക്കുകളാൻ. അതിൽ ഒന്ന്, റജുലുൻ ജഅലഹുല്ലാഹു ദക്കറൻ ഫഅന്നസ നഫ്സഹു വതശബ്ബഹ ബിന്നിസാ. ഒരു മനുഷ്യൻ ജഅലഹുല്ലാഹ്, അല്ലാഹു അവനെ സൃഷ്ടിച്ചു, ദക്കറൻ, പുരുഷനായി സൃഷ്ടിച്ചു. പക്ഷേ ഫഅന്നസ നഫ്സഹു, അവന്റെ ശരീരത്തെ അവൻ പെണ്ണാക്കി മാറ്റാൻ പരിശ്രമിച്ചു. അവന്റെ മുഖം അവൻ മുഅന്നസാക്കുന്നു. ഫഅന്നസ നഫ്സഹു, അതെങ്ങനെയാണ്? ബില്ലഹിയത്തി, താടി വടിച്ചിട്ട്, താടി വടിച്ചുകൊണ്ട്, താടിയും മീശയും എല്ലാം വടിച്ചുകൊണ്ട്, ആണാണ് പെണ്ണാടി എന്ന് തിരിയാത്ത രൂപത്തിൽ മഅദല്ലാഹ് അവനെ നപുംസകം രൂപത്തിലാക്കി കളഞ്ഞു. വതശബ്ബഹ ബിന്നിസാ, പെണ്ണിനോടവൻ സാദൃശ്യമായി. ആ മനുഷ്യൻ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്. നബി തങ്ങളെന്ന് പറഞ്ഞപ്പോ ആമീൻ ആമീൻ, 10,000-കണക്കിന് മലക്കുകൾ ആമീൻ എന്ന് പറയുന്നു. എന്റെ ചെറുപ്പക്കാരെ, കാരുണ്യത്തിന്റെ മുത്ത് പറയാ, താടി വടിക്കുന്ന ചെറുപ്പക്കാർ, അല്ലാഹു അവർക്ക് ലഅനത്ത് കൊടുക്കട്ടെ എന്ന് റസൂലുള്ള പറഞ്ഞപ്പോ ആമീൻ പറഞ്ഞത് കോടാനക്കോടി മലക്കുകളാൻ. രണ്ടാമതായി പറയുന്നത് വല്ലദീ വംറഅത്തുൽ ജഅലഹല്ലാഹു ഉൻസാ, ഒരു പെണ്ണ്, ആ പെണ്ണിനെ അല്ലാഹു ഒരു പെണ്ണാക്കി പടച്ചു. പക്ഷേ ഫതദക്കറത്ത്, അവൾ ആണാകാൻ പരിശ്രമിച്ചു പോയി. അവളതാ മുടിവെട്ടുന്നു, അവളുടെ മുടിവെട്ടി മുടിമൊട്ടയടിച്ച് ആണാ പെണ്ണാ തിരിയാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ ആണ് നടക്കുന്നത് പോലെ, പുരുഷൻ നടക്കുന്നത് പോലെ പുരുഷവേഷം കെട്ടുന്ന പെണ്ണ്, ഫഅലൈഹാ ലഅനത്തുല്ലാഹ്, ഫഅലൈഹാ ലഅനത്തുല്ലാഹ്, അവളുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്. ഖാല റസൂലുള്ളാഹി, മൂന്നാമതായി പറയുന്നത് വല്ലദീ യുദില്ലുൽ അഅമാ ഐ അനി ത്വരീഖ്, വല്ലദീ യുദില്ലുൽ അഅമാ,
പാവപ്പെട്ട കണ്ണു കാണാതെ തപ്പി നടക്കുന്നവര് പള്ളിയിലേക്കുള്ള വടി ചോദിക്കുമ്പോ ഏതോ സ്ഥലത്തേക്ക് തിരിച്ചുവിടുന്ന കളിയാക്കുന്ന ചെറുപ്പക്കാർ അവന്റെ മേലും ലഅനത്തുണ്ട്. ധാരാളം കാര്യങ്ങൾ അഷ്റഫുൽ ഖൽഖ് പഠിപ്പിക്കുന്നു. 4 കാര്യങ്ങൾ വിശദീകരിക്കാൻ സമയമില്ല. അതിൽ ഒന്ന്, താടി വടിക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ ലഅനത്ത് ചെയ്തിരിക്കുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുവെങ്കിൽ സമയം വൈകി ധാരാളം കാര്യങ്ങൾ ഞാനത് നീട്ടിവെക്കുന്നു. ഇൻഷാ അല്ലാഹ് വിധിയുണ്ട് എങ്കിൽ ഇവിടെ തന്നെ നമുക്ക് മറ്റൊരവസരം വേണമെങ്കിൽ പറയാമെന്ന് അറിയിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ലഅനത്താക്കപ്പെട്ടവരിൽ നമ്മൾ പെട്ടുപോകരുത്. ആഖിറത്തിൽ കൈവിരൽ കടിക്കേണ്ടുന്ന ഗതി റസൂലുള്ള നമ്മുടെ മുഖത്തേക്ക് പുന്നാര മുത്തുനബിയുടെ അടുത്ത് നിൽക്കാൻ ഭാഗ്യം ലഭിച്ചിട്ട് നമ്മുടെ മുഖത്ത് നോക്കാതെ അവിടുത്തെ മുഖമങ്ങ് തിരിച്ചു കളഞ്ഞാൽ ആരുടെ മുന്നിൽ നമുക്ക് വേദന പറയേണ്ടി വരും? പറയാനില്ല. കൈ മലർത്തിക്കളയും, 10 വിരലുകൾ കടിക്കേണ്ടി വരും. അല്ലാഹു ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് സജ്ജനങ്ങളിൽ സ്വാലിഹീങ്ങളിൽ നമ്മയൊക്കെ പെടുത്തി തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. ഗൾഫിലും ഇവിടെയുമുള്ള നാട്ടിലുമുള്ള നിരവധി ആളുകൾ, പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെയുള്ള ഒരുപാട് മുഅല്ലിമീങ്ങളെ വളർത്തുന്നവരാണ്, ഒരുപാട് അഗതികളെയും അനാഥകളെയും വളർത്തുന്നവരാണ്. ഞങ്ങളൊക്കെ കേട്ടുകാണും നാട്ടുകാരെ, പ്രവാസികളുടെ കണ്ണീര് കാണാൻ ആരുണ്ട്? ആ സീഡി ഒന്ന് വീട്ടിലൊക്കെ കേൾപ്പിക്കുന്ന നല്ലതാണ് എന്ന് ഞാൻ എന്റെ ജ്യേഷ്ഠാനുജന്മാരോട് ഓർമ്മപ്പെടുത്തുന്നു. ഭാര്യയും നമ്മുടെ ഉമ്മയും ഒന്ന് അടച്ചുകൂട്ടണമെന്ന നീയത്തോടെ പ്രഭാഷണം നടത്തിയതാണ്. നല്ല ഫലം ചെയ്യും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാടന്തറ മർക്കസി എന്ന ഗൂഡല്ലൂർ താലൂക്കിലെ പട്ടിണിപ്പാവങ്ങൾ ജീവിക്കുന്ന, രാവിലെ മുതൽ വൈകുന്നേരം വരെ ചായത്തോട്ടത്തിൽ ജോലിക്ക് പോയിട്ട് ഒന്നുമില്ലാതെ, വീടില്ലാതെ എസ്റ്റേറ്റ് റൂമുകൾ താമസിക്കുന്ന ഒരുപാട് പാവങ്ങൾ, ആ കൂട്ടത്തിൽ തന്നെ ജോലിക്ക് പോകാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്ന പാവങ്ങളെ ദത്തെടുത്തുകൊണ്ട് ഒരു ജില്ലയുടെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കൊച്ചു സ്ഥാപനമാണ് പാടന്തറ മർക്കസ്. സാധുക്കളാണ് അവിടെ, ഒരു വടിയുമില്ല. ഒരുപാട് മുഅ്മിനീങ്ങളുടെ സഹായം കൊണ്ട് അവർ അരികളും മറ്റുമൊക്കെ നേർച്ചയാക്കി ധാരാളം കുട്ടികൾ വളർത്തുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, വല്ലപ്പോഴും പടച്ച റബ്ബി, എന്റെ ഉമ്മമാരെ, നിങ്ങളുടെ കരങ്ങളിൽ ഒരു ചാക്കരിക്കുള്ള കഴിവല്ലാഹു നൽകിയാൽ ആ പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുത്തിട്ട് ആ പൊന്നു സ്ഥാപനത്തെ സഹായിക്കണമെന്ന് വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തി ഈ സദസ്സിലുള്ള ആർക്കെങ്കിലുമൊക്കെ പടച്ച റബ്ബ് നൽകിയ കഴിവുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദുആ കഴിഞ്ഞു പോകുമ്പോ നൽകിപ്പോകണമെന്നും അറിയിച്ചുകൊണ്ട് റഹ്മുർ-റഹീമായ റബ്ബ് സജ്ജനങ്ങളിൽ സ്വാലിഹീങ്ങളിൽ പെടുത്തി തരുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, മമ്പ്രം തങ്ങളുടെ ജാഹു കൊണ്ട് ഞങ്ങളുടെ മുത്തഖീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. അറിയാതെ താടി പിടിച്ച് നടക്കുന്ന ഒരുപാട് പിതാക്കളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അർഹമുർ റഹീമേ, ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാർക്ക് പിതാക്കൾക്ക് നീ ബർക്കത്ത് കൊടുത്ത് താടി വെച്ച് മുത്തുനബിയുടെ സുന്നത്ത് പിൻപറ്റി ജീവിക്കാൻ അവർക്കും ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ. ഹബീബിന്റെ ചാരത്ത് താടി വെച്ചുകൊണ്ട് നിന്ന് അവിടുത്തെ മുഖത്തൊരു നോട്ടം നോക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ ശിഷ്യഗണങ്ങളെയും ഞങ്ങളെയും ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാഹ്. ഇഖ്ലാസുള്ള പ്രവർത്തകരാക്കണേ റബ്ബേ. ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു പോയ, വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും വിഷമങ്ങൾ തീർത്തു കൊടുക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.